പശ്ചാത്തല വികസന മേഖലയിൽ കേരളം അതിവേഗം കുതിക്കുമ്പോൾ വികസനം മുടക്കുകളാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് UDF. മലയാളികളുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത 66 വികസനം LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ എങ്ങനെയും മുടക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. അന്തിമഘട്ടത്തിലെത്തിയ ദേശീയപാത വികസനത്തെ മുടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒടുവിലത്തെ ഭീഷണി. നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന മലയോര തീരദേശ ഹൈവേകളുടെയും നിർമ്മാണവും മുടക്കാൻ സതീശനും കൂട്ടരും നന്നേ കഷ്ടപ്പെടുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണകാലത്ത് അസാധ്യമെന്ന് കണക്കാക്കി ഉപേക്ഷിച്ച ദേശീയപാത വികസനം 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ മുൻകൈയെടുത്താണ് യാഥാർത്ഥ്യമാക്കിയത്. 2013 മാർച്ച് 20 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയ കത്തിൽ ദേശീയപാത വികസന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയാണെന്ന് NHAI ചെയർമാൻ അറിയിച്ചു. അന്ന് ദേശീയപാത അതോറിറ്റി ഓഫീസ് പൂട്ടി കേരളം വിട്ടു. 2016 LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഭൂമി ഏറ്റെടുക്കൽ മുടക്കാൻ പലതരം സമരങ്ങളുമുണ്ടായി. കീഴാറ്റൂരിൽ കോൺഗ്രസും BJPയും പരസ്യമായി മഴവിൽ മുന്നണികൾക്കൊപ്പം ഇറങ്ങി. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്താണ് ഇപ്പോൾ ദേശീയപാതയുടെ 16 റീച്ചുകളും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതും 7 റീച്ചുകൾ പൂർത്തിയാക്കിയിരിക്കുന്നതും. സംസ്ഥാനത്തെ ദേശീയപാത വികസനം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.